വാഴ സിനിമ കണ്ടപ്പോ തന്നെ എന്നെ ഹിറ്റ് ചെയ്തൊരു കാര്യം. ഞാൻ അപ്പൊ തന്നെ സംസാരിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ ഓക്കെ പോട്ടെ എന്ന് വിചാരിച്ചു. വേണ്ടാന്ന് വിചാരിച്ചു വെച്ചതാ. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസമാണ് വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമ OTT കാണുന്നത്. അപ്പൊ എന്നെ ഇത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത്. എനിക്കിത് ഇപ്പൊ സംസാരിച്ചേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥ വരുമല്ലോ. അങ്ങനെ എനിക്ക് ഫീൽ ആയി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് വന്ന് പറയുന്നത്. വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു പെൺകുട്ടിയും ഒരമ്മയും ആ കുട്ടീനെ ഒരാൾ മോളസ്റ്റ് ചെയ്തതിന് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ബിജു മേനോനാണ് പോലീസുകാരൻ. അയാളുടെ അടുത്ത് കംപ്ലൈന്റ് പറയാണ്. ഇതില് പോലീസുകാരൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ കുട്ടീനെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ അമ്മേന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. അമ്മ ഉടനെ അയാളെ വിശ്വസിച്ചിട്ട് ഈ കുട്ടീനെ സ്ലക്ഷയം ചെയ്യുകയും കുട്ടീനെ പറ്റി മോശമായിട്ട് സംസാരിക്കുകയും അവളെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നു. ആ കുട്ടി കരഞ്ഞു പറയുന്നുണ്ട് അമ്മേന്റെ അടുത്ത്, അമ്മ ഒന്ന് വിശ്വസിക്കും, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കും, അമ്മയും കൂടെ എന്റെ കൂടി ഈ അവസ്ഥയിൽ നിന്നില്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുന്ന കുട്ടി കരഞ്ഞു പറയുന്നുണ്ട്. അമ്മ കേൾക്കത്തില്ല. അമ്മ കുട്ടീനെ വലിച്ചോണ്ട് ഞങ്ങൾക്ക് കേസില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു ഓട്ടോയിൽ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് കുട്ടി സൂയിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പേരൻസിന്റെ ഒരു കാര്യം പറഞ്ഞാല് അവർക്ക് സ്വന്തം മക്കളെ ഒഴികെ ബാക്കി എല്ലാവരും വിശ്വാസമാണ്. എല്ലാവരും എന്ന് വെച്ചാൽ ഇന്നലെ വഴിയിൽ കണ്ട ചേട്ടനായിരിക്കും ചിലപ്പോൾ, അയാൾ വന്ന് മോളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അവരങ്ങ് വിശ്വസിക്കും. അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സ്, വഴിയിൽ കാണുന്ന ആരെങ്കിലും, നാട്ടുകാര്, ബന്ധുക്കാര്, ആരെന്ത് മക്കളെ പറ്റി പറഞ്ഞാലും അവർ വിശ്വസിക്കും. സ്വന്തം മക്കള് കരഞ്ഞ് കാല് പിടിച്ച് ഇതാണ് സത്യം എന്നെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കത്തില്ല. വാഴ സിനിമയിലെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ ഉമ്മ മൂത്ത മോനെ ഇളയ മോനെ നോക്കാനുള്ള ഒരാളെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവനെ സ്കൂളിലാക്കുക, അവന്റെ കളഞ്ഞു പോയി ചോറ്റുപാത്രം കണ്ടുപിടിച്ചുകൊണ്ട് വരിക, ഇങ്ങനത്തെ കുറെ പരിപാടികൾ ഇവർ മൂത്ത മോനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയും അവന്റെ കുട്ടിക്കാലം എൻജോയ് ചെയ്യേണ്ട ഒരു കാലത്ത് കൂടെയാണ് പോകുന്നത്. അത് ഒരിക്കലും അവനെ തിരിച്ചു കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നു ഈ ഉമ്മ അതിനെപ്പറ്റി തീരെ അവെയർ അല്ല. ഉമ്മയ്ക്ക് അറിയില്ല അതിനെപ്പറ്റി. അതേപോലെ വേറൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, അവൻ പേര് ഞാൻ മറന്നുപോയി. അവന്റെ ചേട്ടൻ ഗൾഫിൽ പോവാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട്. എന്തിന്? അച്ഛൻ പണിയെടുക്കാണ്ട് വീട്ടിലിരിക്കുന്നു, മക്കളെ പുറത്തു വിട്ട് പൈസ ഉണ്ടാക്കി സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനകത്ത് PTA മീറ്റിംഗിന്റെ രംഗങ്ങൾ കാണുമ്പോഴൊക്കെ മനസ്സിലാവും കുട്ടികളെ എങ്ങനെയാണ് പേരൻസ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു സത്യാവസ്ഥ. മേ ബി ഇനിയുള്ള ജനറേഷനിൽ ഈ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിരിക്കും. പക്ഷെ ഇപ്പം അറ്റ് പ്രസന്റ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടാണ് വളർന്നിട്ടുണ്ടാവുക. എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് നമ്മുടെ നാട്ടില് ഒരു സിസ്റ്റം വെച്ചിട്ട് എല്ലാവരും കല്യാണം കഴിക്കുന്ന, കുട്ടികൾ ഉണ്ടാവുന്നു, കുട്ടികളെ വളർത്തുന്നു, വലുതാക്കുന്നു എന്നല്ലാതെ ശരിക്കും എത്ര പേര് പേരന്റ് എന്ന് പറയുന്ന ഒരു പദവിക്ക് അർഹതപ്പെട്ടവരാണ്? ഒന്ന് ആലോചിച്ച് നോക്കും.